മൂന്ന് പീഡനക്കേസുകളിൽ പ്രതിയാകപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ യഥാർത്ഥ സ്വഭാവം പുറംലോകത്തറിയുമ്പോഴാണ് നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ പുലർത്തുന്ന ആ മാന്യതയൊക്കെ വെറും പുറംപൂച്ചാണെന്ന കാര്യം നമ്മൾ അറിയുന്നത്. മൂന്ന് പീഡനക്കേസുകൾ തുടർച്ചയായി രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പരാതികൾ വന്നുകൊണ്ടേയിരുന്നു. മൂന്ന് പീഡനക്കേസിലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയെങ്കിലും ഒരു പീഡനക്കേസിൽ അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടുന്ന സാഹചര്യം വരെ ഉണ്ടായി. നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കും, അവരുടെ മാനാഭിമാനത്തെക്കുറിച്ച് വാചാലനാകും, അവരെ സംരക്ഷിക്കാനായി അവതാരപ്പിറവിയെടുത്ത യുഗപുരുഷനാണെന്നൊക്കെ സ്വയം പറഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ യഥാർത്ഥ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുന്നത് മൂന്ന് പീഡന കേസുകൾ അടുപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരുപാട് ചാനൽ ചർച്ചകളിൽ പല ആളുകളും രാഹുൽ മാങ്കൂട്ടത്തിനോട് ചേർന്ന് നിന്ന പല ആളുകളും ഈ മൂന്നെണ്ണമല്ല അതിൽ കൂടുതലുണ്ട് എന്ന് വരെ പറഞ്ഞിരുന്നു. എന്തായാലും കോടതി സമക്ഷം വന്നിട്ടുള്ളത് മൂന്ന് പീഡന കേസുകളാണ്. മൂന്ന് പീഡന കേസിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട് എങ്കിലും ഒരു പീഡന കേസിൽ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കപ്പെടുകയും അദ്ദേഹം അറസ്റ്റിലാവുകയും ജയിലിൽ കിടക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. പിന്നീട് അദ്ദേഹത്തിന് ജാമ്യവും ലഭിച്ചു. എന്തായാലും മൂന്ന് പീഡന കേസിലുമൊക്കെ പെട്ട് നാണം കെട്ട് നിൽക്കുമ്പോഴും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രണ്ടാമത്തെ പീഡന കേസിലെ ജാമ്യം റദ്ദ് ചെയ്യപ്പെടാനുള്ള പണി രാഹുലായി തന്നെ ഒപ്പിച്ചു വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ പീഡന കേസിൽ അതിജീവിതയെ സ്വാധീനിക്കാൻ നോക്കിയ രാഹുലിന്റെ പണി കേട്ട് മൂക്കത്ത് വിരൽ വെക്കുകയാണ് രാഷ്ട്രീയ കേരളം. കോടതി പറഞ്ഞത് അനുസരിക്കാൻ വയ്യെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കതറിട്ട അഭ്യാസം എന്നാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നത്. ബംഗളൂരു സ്വദേശിനിയായ 23-കാരൻ നൽകിയ പീഡന പരാതിയിൽ കഷ്ടപ്പെട്ടാണ് രാഹുൽ മുൻകൂർ ജാമ്യം ഒപ്പിച്ചത്. പരാതിക്കാരിയെ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടരുതെന്ന കർശന വ്യവസ്ഥയിലായിരുന്നു ആ ജാമ്യം ലഭിച്ചത്. എന്നാൽ ചൊല്ലിപ്പഠിപ്പിച്ച ശീലം മാറ്റാൻ രാഹുലിന് കഴിഞ്ഞില്ല. ഈ മാസം 17-ന് ജാമ്യം ലഭിച്ചതിന് ശേഷം വാട്സപ്പ് വഴി ഈ അതിജീവിതയെ വിളിച്ച് പാട്ടിലാക്കാൻ നോക്കിയതാണ് ഇപ്പോൾ വിനയായിരിക്കുന്നത്. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് അതീവ കർശന നിബന്ധനകളോടെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5-ാമത്തെ വ്യവസ്ഥ കേസിൽ അതിജീവിതയെ നേരിട്ടോ അല്ലാതെ യാതൊരു കാരണവശാലും ബന്ധപ്പെടാൻ ശ്രമിക്കരുത് എന്നതായിരുന്നു. സാക്ഷികളെ സ്വാധീനിക്കാനോ പരാതിക്കാരിയെ ഭയപ്പെടുത്താനോ ഉള്ള സാധ്യതകൾ ഒഴിവാക്കാനാണ് കോടതി ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ മാസം 17-ന് അതിജീവിതയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചതിലൂടെ കോടതിയുടെ ഈ കർശന നിർദ്ദേശം രാഹുൽ ലംഘിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. രാഹുൽ തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെന്ന ഗൗരവകരമായ ആരോപണവുമായി ബംഗളൂരു സ്വദേശിനിയായ അതിജീവിത തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിച്ചത്. വാട്സപ്പ് കോൾ വഴിയാണ് രാഹുൽ തന്നെ വിളിച്ചതെന്നും എന്നാൽ താൻ ആ കോൾ എടുത്തില്ലെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. ജാമ്യത്തിലിറങ്ങിയ ഒരാൾ ഇത്തരത്തിൽ പെരുമാറുന്നത് കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യുവതി പരാതി നൽകിയത്. ഇത് ജാമ്യവ്യവസ്ഥയുടെ വ്യക്തമായ ലംഘനമാണെന്ന് ബോധ്യപ്പെട്ടതോടെ പോലീസ് സ്വാഭാവികമായും നിയമ നടപടികൾ വേഗത്തിലാക്കി. വെറും ആരോപണങ്ങൾക്കപ്പുറം ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഫോൺ വിളിച്ചതിന്റെ ഡിജിറ്റൽ രേഖകളും കോൾ ലിസ്റ്റുമൊക്കെ ഉൾപ്പെടെയുള്ള നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഈ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ച ശേഷം തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രാഹുലിനോട് നേരിട്ട് ഹാജരാകാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചതായി കോടതിക്ക് ബോധ്യപ്പെട്ടാൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കപ്പെടുകയും അദ്ദേഹം അറസ്റ്റിന്റെ ഭീഷണിയിലാവുകയും ചെയ്യും. യുവതിയുടെ പരാതിയും പോലീസിന്റെ റിപ്പോർട്ടും ഗൗരവത്തോടെ എടുത്ത തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രാഹുലിനോട് നേരിട്ട് ഹാജരാകാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. ഒന്നെങ്കിൽ രാഹുൽ അല്ലെങ്കിൽ രാഹുലിന്റെ അഭിഭാഷകൻ. എന്തായാലും സമാധാനമായിരിക്കാൻ ജാമ്യം തന്നപ്പോൾ അതിജീവിതയെ വിളിച്ച് പേടിപ്പിക്കുകയാണോ എന്നാണ് നമുക്കിപ്പോൾ രാഹുലിനോട് ചോദിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ആദ്യത്തെ കേസിന് പിന്നാലെ വന്ന രണ്ടാമത്തെ ബലാത്സംഗ കേസ് തന്നെ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ തിരിച്ചടിയായിരുന്നു. പിന്നീടാണ് മൂന്നാമത്തെ കേസ് വരുന്നത്. ഇപ്പോൾ ഇതാ ജാമ്യം റദ്ദാക്കാൻ പോലീസ് നീക്കം തുടങ്ങിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശരിക്കും വെട്ടിലായിരിക്കണം. മാത്രമല്ല നിയമസഭ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. രാഹുലിന് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയെങ്കിലും തിരിച്ച് കോൺഗ്രസിൽ കയറണമെന്നുണ്ട്. പാലക്കാട് ഒരു സീറ്റ് ഒപ്പിക്കണമെന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് യാതൊരു രാഷ്ട്രീയ പക്വതയും ഇല്ലാതെ വീണ്ടും ഈ അതിജീവിതന്മാരുടെ പുറകെ പോകുന്ന രാഹുലിന്റെ രീതികൾ ഇത് അങ്ങേയറ്റം തെറ്റാണ്, അംഗീകരിക്കാനാവാത്താണ്. രാഷ്ട്രീയ പക്വത ഇല്ലാത്ത ഇദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെയാണ് നമ്മളെ നയിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതെന്ന് ആലോചിക്കുമ്പോൾ നാണക്കേടാണ് തോന്നുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ശരിക്കും വെട്ടിലായിരിക്കുകയാണ്. നിയമത്തെയും കോടതിയും ഒക്കെ പുല്ലുവില പോലെ കാണുന്ന ഇത്തരം നേതാക്കൾ ജനപ്രതിനിധി എന്ന പേര് ഒട്ടും ചേരുന്നതല്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ പരിഹാസം. വാക്കും പ്രവൃത്തിയും തമ്മിൽ ഇത്രയും വ്യത്യാസമുള്ളൊരു നേതാവിനോട് ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ഒന്ന് മാത്രമായി, രാഹുലേ അല്പമെങ്കിലും നാണമുണ്ടോ എന്നാണ്.